ഇന്ന് നമുക്ക് നല്ലൊരു എഗ് ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ, അതേപോലെ തന്നെ സൂപ്പർ ടേസ്റ്റുമാണ്. നമുക്ക് ഉച്ചയ്ക്കോ രാത്രിയോ ചോറോ കറിയൊന്നും ഇരിക്കുന്നില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫ്രൈഡ് റൈസ് ആണ്. അതുപോലെ തന്നെ പിള്ളേർക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടുകയും ചെയ്യാം കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് കറീൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും കറി ഉണ്ടെങ്കിൽ നല്ലതാണ്. അതല്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടിയിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണാം. ഈ ഒരു ഫ്രൈഡ് റൈസ് നമുക്ക് ഏതരി വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. പച്ചരി, അതല്ലെങ്കിൽ നമ്മൾ ബിരിയാണി വെക്കുന്ന കൈമ റൈസോ, അതല്ലെങ്കിൽ ഇതുപോലെ ബസുമതി അരി വെച്ചിട്ടോ ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് ബസുമതി അരി എടുത്തിട്ടുണ്ട്. ഈ ഒരു അരി വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ. നമുക്ക് കുറച്ച് നീളത്തിലുള്ള റൈസ് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു അരി നമുക്കൊരു 2-3 തവണയൊന്ന് കഴുകിയിട്ട് വെള്ളം തെളിയുന്നവരെ കഴുകിയെടുക്കുക. എന്നിട്ട് വെള്ളം കളഞ്ഞിട്ട് നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി അതല്ല ഒരു അരമണിക്കൂറൊക്കെ കുതിരാനായിട്ട് വെക്കുകയാണെങ്കിൽ നല്ലതാണ്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഈ ഒരു അരി നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1 കപ്പ് അരിയല്ല എടുത്തിട്ടുണ്ടായിരുന്നത്, അപ്പോൾ 5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ വെള്ളം അധികം വറ്റിപ്പോയി ചോറധികം കുഴഞ്ഞിരിക്കില്ല കേട്ടോ. നമുക്ക് ഊറ്റിക്കളയാനുള്ള വെള്ളം ഉണ്ടാകും. ഇതൊന്ന് തിളച്ച് വന്നോട്ടെ. വേവിക്കാനുള്ള ഈ വെള്ളത്തിലേക്ക് തന്നെ നമുക്ക് ചോറിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കുറച്ച് മുന്നിലേക്ക് നിന്നോട്ടെ. പിന്നെ കുറച്ച് ഓയിലും കൂടെ ചേർക്കാം. ചോറ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഒഴിച്ചാൽ മതി. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇനി വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. നല്ലോണം തിളയ്ക്കുന്നവരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം. മുഴുവനായിട്ട് അടയ്ക്കുന്നില്ല കേട്ടോ, തിളച്ച് പുറത്തേക്ക് പോകുന്നതുകൊണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അടച്ച് വെക്കുന്നുണ്ട്. ഇനി ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ചോറ് നന്നായിട്ട് വെന്ത് വന്നോളും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളരിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. എന്നാൽ ചോറ് ഒരുപാട് കുഴഞ്ഞു പോയിട്ടുമില്ല. ഒരു 90% വെന്തിട്ടുള്ളൂ, അത്രയും മതി. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇനി ഇതിൽ തന്നെ വെച്ചിരിക്കേണ്ട, പെട്ടെന്ന് തന്നെ ഒരു സ്ട്രെയിനറിലേക്ക് അങ്ങ് ഊറ്റി മാറ്റാം. ഇതിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഇനിയും വെന്ത് പോയാലോ, ഒരു സ്ട്രെയിനറിലേക്ക് ആ വെള്ളം ഊറ്റി കളയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ തന്നെ വെക്കണ്ട, ആ വെള്ളത്തിൽ മുങ്ങി നിൽക്കരുത്. അതിന് മുകളിൽ നിന്ന്, വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് മാറ്റിയിട്ട് വെക്കാം. ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കണേ, അതല്ലെങ്കിൽ അടിയത്തെ ചോറ് വെള്ളമായിട്ട് കുഴഞ്ഞിരിക്കും. വെള്ളം മുഴുവനും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. പെട്ടെന്ന് തന്നെ തണുക്കാനാണ്. ശരിക്കും ഇതുപോലെ നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ തലേദിവസം ഉണ്ടാക്കിയിട്ട് തണുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചോറാണ് ഉപയോഗിക്കുന്നത് നല്ലത്. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് പരന്ന പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് തണുപ്പിച്ചെടുത്താൽ മതി. ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ ഒരു 1-2 മണിക്കൂർ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഇനി അതെല്ലാം നമുക്ക് തിരക്കുണ്ടെങ്കിൽ ഫാനിൻ്റെ അടിയിൽ വെച്ച് തണുത്തതിന് ശേഷം ഫ്രീസറിലേക്ക് ഒരു 1/4 മണിക്കൂർ, അരമണിക്കൂർ വെച്ചിട്ട് തണുപ്പിച്ചെടുത്താൽ മതി. കുറേ നേരം ഫ്രീസറിൽ തന്നെ വെച്ചിരിക്കരുത്, ഐസായി പോകുമല്ലോ. അതുകൊണ്ടാണ് പുറത്തേക്ക് എടുത്തിട്ട് മുകളിൽ ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചാൽ മതി. ചോറ് അധികം ഒട്ടിപ്പിടിക്കാതെ വേറെ വേറെ കിടക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഇനി ഇങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സ്ട്രെയിനറിൽ തന്നെ വെച്ചിട്ടൊന്ന് ഇളക്കി മറിച്ചിട്ട് തണുപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. വലിയൊരു പാത്രം എടുക്കണേ. നമുക്ക് ഈ ചോറൊന്ന് ഇളക്കി മറിച്ചിടാനുള്ള സ്പേസുള്ള അത്രയും വലിയ പാത്രം എടുക്കണം. ചൈനീസ് വോക്കൊക്കെ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇനി അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന കടായിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതും ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിക്കാം. ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ. എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 മുട്ട പൊട്ടിച്ചിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ഹൈയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു 1/4 ടീസ്പൂണൊക്കെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചിക്കിയെടുക്കാം. ഫ്രൈഡ് റൈസിൽ എഗ്ഗ് കുറച്ച് വലിപ്പത്തിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്നായിട്ട് ഇളക്കിയാൽ മതി കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് വലിയ കഷ്ണങ്ങളായിട്ടൊന്ന് ഇളക്കി പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ മുട്ടയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് പൊടിയായി അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 6-7 വെളുത്തുള്ളി എടുത്തിട്ട് ചെറുതാക്കിയിട്ട് അങ്ങ് അരിഞ്ഞിട്ടാൽ മതി. 3/4 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാകുക അരിഞ്ഞ് കഴിയുമ്പോൾ. ഇനി നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഓനിയൻ്റെ ആ വൈറ്റ് പോർഷൻ ഇല്ല, അതാണ് കേട്ടോ ചേർക്കുന്നത്. ഇതാണ് കേട്ടോ സ്പ്രിംഗ് ഓനിയൻ. ഇതിൻ്റെ ഈ മുകൾ ഭാഗത്തുള്ള ഗ്രീൻ കളർ നമുക്ക് അവസാനം ഗാർണിഷ് ചെയ്യാൻ ഉപയോഗിക്കാം. അടിഭാഗത്തുള്ള ഈ വെള്ള കളറിൽ നമുക്ക് അരിഞ്ഞിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഓനിയൻ ഇല്ലെങ്കിൽ
കുഴപ്പമൊന്നുമില്ല കേട്ടോ. സാധാരണ വലിയ ഉള്ളി തന്നെ അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇതുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നത് മാത്രം കേട്ടോ, സ്പ്രിംഗ് ഓനിയൻ ഉണ്ടെങ്കിൽ. അപ്പോൾ സ്പ്രിംഗ് ഓനിയൻ ഇട്ടു. ഇനി നമുക്ക് കുറച്ച് പച്ചക്കറികളും കൂടെ അരിഞ്ഞത് ചേർക്കാം. ക്യാരറ്റ് ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ, പൊടിയായി അരിഞ്ഞതാണ്. പിന്നെ ബീൻസ് 1/4 കപ്പ് ചേർക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഒരു 1/4 കപ്പ് ചേർക്കുന്നുണ്ട്. മീഡിയം സൈസുള്ളൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് കേട്ടോ. ബീൻസ് ആണെങ്കിൽ ഒരു 4 എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ചെറിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് ക്യാബേജും കൂടെ ചേർക്കാം. അതൊരു 1/4 കപ്പ് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മളിപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പച്ചക്കറിയിൽ നിന്നുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് വന്നിട്ട് ഇതൊക്കെ കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഫ്രൈഡ് റൈസിലേക്കുള്ള ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ചോറ് വേവിക്കുമ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു, അത് മതി. പിന്നെ ഈ പച്ചക്കറികളൊന്നും ഇതിൻ്റെ ഈ കളറൊന്നും പോകാതെ കുറച്ചും കൂടി ഒന്ന് ക്രിസ്പി ആയിട്ട് ക്രഞ്ചി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊരു ടിപ്പാണ്, വേണമെന്നുള്ളവർക്ക് ചേർക്കാം. കുറച്ച് ടേസ്റ്റി ആയിരിക്കും നമ്മൾ റൈസ്. 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഈ പച്ചക്കറികളൊക്കെ ഒരു മിനിറ്റ് ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് കുറച്ച് സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 2.5 ടീസ്പൂണൊക്കെ സോയാ സോസ് ചേർക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സോയാ സോസ് ചേർക്കുമ്പോൾ മാത്രം ഒന്ന് ഫ്ലെയിമിൽ ലോയിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിനി ഹൈ ഫ്ലെയിമിലേക്ക് വെക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു 4 കപ്പ് ചോറുണ്ട് കേട്ടോ. നമ്മൾ 1 കപ്പ് അരി വേവിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് എരിവിനായിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓനിയനും കൂടെ ചേർക്കുന്നുണ്ട്. അതിൻ്റെ ആ ഗ്രീൻ പോർഷൻ ഉണ്ടല്ലോ, അതാണ് ചേർക്കുന്നത്. എല്ലാം കൂടെ നമുക്ക് സ്പാച്ചുല വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ശരിക്കും നമ്മൾ വോക്കിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇളക്കി മറിച്ചിടാണ് കേട്ടോ ചെയ്യുക. അതുപോലെ ചെയ്യാൻ അറിയുന്നവരുണ്ടെങ്കിൽ, പ്രാക്ടീസ് ഉള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അരിയൊന്നും അധികം, അതായത് ചോറൊന്നും അധികം കുഴഞ്ഞു പിടിക്കില്ല കേട്ടോ. ഇനി ഇളക്കി മറിച്ചിടാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തടിത്തവി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു റൈസിന് അധികം എരിവിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു കുരുമുളകിൻ്റെ ടേസ്റ്റ് തന്നെ മതി. ഇനി എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വെളുത്തുള്ളി അരിഞ്ഞിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ടില്ല, ആ ഒരു സമയത്ത് ഒരു പച്ചമുളകും കൂടി ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ സ്പ്രിംഗ് ഓനിയൻ ഇല്ലെങ്കിൽ അവസാനം നമ്മൾ ഗാർണിഷ് ചെയ്തില്ല, അതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ മല്ലിയില ഇട്ടാലും മതി. പക്ഷേ ഈ സ്പ്രിംഗ് ഓനിയൻ ഇടുമ്പോഴാണ് കേട്ടോ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. നമ്മൾ ആദ്യം ചോറുണ്ടാക്കിയ വെള്ളത്തിലേക്ക് മാത്രമായിരുന്നു കേട്ടോ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ സോയാ സോസിന് ചിലപ്പോൾ ഉപ്പ് കൂടുതലുണ്ടാവുകയും നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്നത് വ്യത്യാസമായിരിക്കും. അപ്പം അതും കൂടെ നോക്കിയിട്ട്, അതിൻ്റെ ഉപ്പും കൂടെ നോക്കിയിട്ട് വേണം അവസാനം ഉപ്പ് പാകത്തിനാണോ നോക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ആദ്യം തന്നെ 2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ പിന്നെ ഉപ്പിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ, അത് പാകമായിരിക്കും. പിന്നെ മുട്ട ചിക്കി പൊരിച്ചപ്പോൾ നമ്മൾ അതിലും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറൊന്നും കണ്ടില്ലേ, ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, എല്ലാം വേറെ വേറെ ആയിട്ട് കിടക്കുന്നുണ്ട്. എന്നാൽ വെന്തിട്ടുമുണ്ട്, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, തീർച്ചയായിട്ടും ഇഷ്ടമാകും. ഈ റൈസ് വെറുതെ കഴിക്കാൻ തന്നെ നല്ലതാണ് കേട്ടോ. അത്യാവശ്യം ഫില്ലിങ്ങും ആണ്. പിന്നെ ആവശ്യത്തിനുള്ള പ്രോട്ടീനൊക്കെ കിട്ടും. നമ്മളിതിലേക്ക് മുട്ടയൊക്കെ ചിക്കിയിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ വെറുതെ വേണമെങ്കിൽ കഴിക്കാം. ഇനി അതെല്ലാം കറി ഉണ്ടെങ്കിൽ കഴിക്കാനും കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ചില്ലി ചിക്കനോ ചിക്കൻ മഞ്ചൂരിയനോ ഗോബി മഞ്ചൂരിയനൊക്കെ കൂട്ടി കഴിക്കാം. ഇനി അതൊന്നും ഇല്ലെങ്കിലും വെറും ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് കൂട്ടിയിട്ട് കഴിക്കാനും അടിപൊളിയായിരിക്കും കേട്ടോ. ഇവിടെ ആദ്യമൊക്കെ ടൊമാറ്റോ സോസ് കൂട്ടിയിട്ടാണ് കഴിക്കുക. അത് കൂട്ടി കഴിക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് എന്ന് പറയും. കുറച്ച് ചോറ് വേവിച്ചിട്ട് നമ്മൾ തണുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് തലേദിവസം തന്നെ എടുത്ത് വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റൈസ് റെസിപ്പിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ എഴുതുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും അതിലെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങളെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.